നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. കുറേ നാളിന് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞു, കേരളത്തിൽ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവ് ഡൽഹി വിട്ട് ഇവിടെ എത്തി ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ മുച്ചൂടും കയ്യിലെടുക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് എന്നുള്ള കാര്യം. സത്യസന്ധമായി പറഞ്ഞാൽ അത് തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് അമ്പലപ്പുഴയിൽ നിന്ന് മാറി, അമ്പലപ്പുഴയിൽ അതായത് സ്വന്തം അതുവരെ ജീവശ്വാസം പോലെ കൊണ്ടു നടന്ന ഒരു പാർട്ടിയെ വഞ്ചിച്ച് മറ്റൊരു പാർട്ടിയുടെ സ്വതന്ത്രനായി നിൽക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, അവിടെ പ്രവർത്തിച്ചത് KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാളുടെ തന്ത്രം തന്നെയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഏറെക്കാലത്തിന് മുൻപ് ഈ KC വേണുഗോപാൽ, ഏറെക്കാലം എന്ന് പറയാൻ അധിക കാലമൊന്നും ആയില്ല, തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ ചൂടുപിടിച്ചു വരുന്ന സമയം, ആ സമയത്ത് അല്പം ആരോഗ്യപരമായി അല്പം മോശമാവസ്ഥയിലായിരുന്നു ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. KC വേണുഗോപാൽ അവിടെ സന്ദർശനം നടത്തുന്നു, മടങ്ങിപ്പോകുന്നു. കുറച്ചു നേരം ആ ചർച്ച നീണ്ടു നിന്നു. ഏകദേശം ഒരു 10-40 മിനിറ്റോളം അവർ തമ്മിൽ സംസാരിച്ചു. KC വേണുഗോപാൽ പോകുന്ന വാക്കിൽ നേരെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്തായിരുന്നു ഈ ജി സുധാകരനുമായ ഒരു കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം? അപ്പോൾ രാഷ്ട്രീയം സംസാരിച്ചോ? ഇല്ല, ഞങ്ങൾ രാഷ്ട്രീയമൊന്നും സംസാരിച്ചിരുന്നില്ല, ഞങ്ങൾ സംസാരിച്ച സൗഹൃദപരമായ കാര്യങ്ങൾ മാത്രമാണ്, ഒരു സുഹൃത്തിനെ വന്ന് കാണുന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യം അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് KC വേണുഗോപാൽ നയപരമായി വിശദീകരിച്ച് മടങ്ങിപ്പോയി. എന്നാൽ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് അതിനോട് വളരെ മഹാർഷായിട്ടാണ്, ആ മാധ്യമപ്രവർത്തകർ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ. നിങ്ങളോട് ആര് പറഞ്ഞു എൻ്റെ വീട്ടിൽ കയറി വരാൻ എന്നുള്ള തലത്തിൽ ഇന്നിതാ സംസാരിച്ചതുപോലെ ഞങ്ങൾ തമ്മിൽ പലതും സംസാരിക്കും, അത് നിങ്ങളോടെല്ലാം തുറന്നു പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അന്ന് മാധ്യമപ്രവർത്തകരോട് ജി സുധാകരൻ ചോദിച്ചത്. പിന്നീട് മറ്റൊരു കാര്യം കൂടി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ വെളിപ്പെടുത്തി, BJP നേതാവ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹവും ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് തന്നെയാണ്. അത് മാറിക്കോട്ടെ, തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള നിലയിൽ ഈ പറയുന്ന KCയുടെ പക്ഷത്തേക്ക് ജി സുധാകരൻ മാറി. അതായത് ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ ഈ രീതിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാനും പിന്നീട് പിന്തുണ നൽകിക്കൊണ്ട് ജി സുധാകരനെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുമുള്ള തീരുമാനം സത്യത്തിൽ VD സതീശൻ്റെതായിരുന്നില്ല, മറിച്ച് KC വേണുഗോപാലിൻ്റെ തന്നെ ആയിരുന്നു. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചാൽ മതി. അങ്ങനെ KC വേണുഗോപാൽ ഓരോ ഇടങ്ങളിലും തൻ്റെ വ്യക്തിത്വങ്ങളെ തിരികെ കയറ്റാനുള്ള ശ്രമത്തിൽ തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ കൊച്ചിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ വരെ നമുക്ക് അവിടെ കാണാം, ദീപ്തി മേരി വർഗീസ്, എന്തുറപ്പിൻ്റെ പേരിലാണ് ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്ന ആ ഒരു നേതാവ് പോസ്റ്ററുകൾ അടിച്ചു വെച്ച് കാത്തിരുന്നത് എന്നുള്ള കാര്യവും നമുക്ക് ഊഹിക്കാം. അവിടെയാണ് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യമുയർത്തിക്കൊണ്ട് VD സതീശൻ ഇടഞ്ഞു നിൽക്കുന്നത്. അപ്പം ദീപ്തി മേരി വർഗീസിനോട് അവിടെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ സമയത്ത് ദീപ്തി മേരി വർഗീസിന് കൊടുത്തിരുന്ന ഉറപ്പായിരുന്നു അത്രേ നിങ്ങൾക്ക് നിയമസഭയിൽ സീറ്റുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ദീപ്തി മേരി വർഗീസിനെ അങ്ങനെ നിയമിക്കാൻ വേണ്ടിയിട്ട് KC വേണുഗോപാൽ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയവും നമുക്കറിയാം. അപ്പോൾ KC വേണുഗോപാൽ കേരളത്തിൽ നിരവധി നോമിനികളെ, അതായത് ഇപ്പോൾ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവരിൽ പലരും KC വേണുഗോപാലിൻ്റെ വിശ്വസ്തരോ നോമിനികളോ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ രമേശ് ചെന്നിത്തല ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി, പെരുമ്പാവൂരിൻ്റെ നേതാവ്. അദ്ദേഹത്തെ വെട്ടി ദൂരെ കളഞ്ഞു. അങ്ങനെ പലരെയും വെട്ടിയൊതുക്കി KCയുടേത് എന്ന് പറയുന്ന നിലയിൽ ഒരു പാനലിനെ ഉണ്ടാക്കിയെടുക്കാൻ KC വേണുഗോപാലിന് കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. അതിൽ VD സതീശനും പങ്കില്ല, രമേശ് ചെന്നിത്തലയ്ക്കും പങ്കില്ല. സതീശന് കുറച്ചൊക്കെ ഒരു പങ്കുണ്ട്, എങ്കിലും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോഴും കൈകെട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ചെന്നിത്തല എന്ന് പറയേണ്ടി വരും. അബിൻ വർക്കിക്ക് ആറന്മുളയിൽ ഒരു സീറ്റ് കിട്ടിയത് ഒഴിച്ചാൽ വേറെ അത്രയ്ക്ക് പ്രത്യേകിച്ച് വലിയ നേട്ടമൊന്നും ഈ ചെന്നിത്തലയുടെ പക്ഷത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സ്ഥാനാർത്ഥി നിർണയത്തിലുടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു നീക്കം KC വേണുഗോപാൽ നടത്തിക്കൊണ്ട് തൻ്റെ വിശ്വസ്തന്മാരായ കുറേയധികം സ്ഥാനാർത്ഥികളെ നിയമിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വലിയ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘത്തെ തൻ്റെ കയ്യിലേക്ക് ചേർത്ത് നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് KC വേണുഗോപാൽ. KCയുടെ ഈ ലക്ഷ്യം എന്തിനു വേണ്ടിയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥി ആയിട്ട് ഒരു കാരണവശാൽ MP മാരുണ്ടാവാൻ പാടില്ല എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച ഘടകം KC വേണുഗോപാലാണെന്ന് നമുക്ക് പറയേണ്ടി വരും. KC പറയുന്നിടത്ത് തുള്ളുകയും പറയുന്നിടത്ത് മൂത്രം ഒഴിക്കുകയും പറയുന്നിടത്ത് കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. ഈ പണി കാരണമാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, രാഹുൽ ഗാന്ധി എന്ന് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു നപുംസകത്തിൻ്റെ രൂപത്തിലേക്ക് മാറിപ്പോയത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ KC വേണുഗോപാൽ
രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന കടലാസ് പാവയും തമ്മിലുള്ള സംസാരത്തിൻ്റെ ഏറ്റവും ഒടുവിലാണ് എംപിമാർ മത്സരിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് നിൽക്കുന്നത്. എന്നാൽ ഈ തീരുമാനം ഈ വെറുതെ ഉണ്ടായതാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ആരെയൊക്കെയാണ് ഇതിൽ നിന്ന് ഈ എംപിമാർ മത്സരിക്കേണ്ട എന്ന് പറയുമ്പോൾ ആരെയൊക്കെ ഒഴിവാക്കി നിർത്താൻ പറ്റുമെന്ന് നമുക്ക് സിമ്പിളായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും. ഈ പറയുന്ന SDPIയുടെ പിന്തുണയോടുകൂടി നിൽക്കുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിനെ നിസ്സംശയം അക്കാര്യത്തിൽ മാറ്റി നിർത്താൻ കഴിയും. പക്ഷേ ഷാഫി പറമ്പിലിനെ പൂർണ്ണമായും അങ്ങ് നീക്കി നിർത്താനും പറ്റില്ല. ഷാഫിയുടെ നോമിനികൾ പലയിടത്തും മത്സരിക്കുന്നുമുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹത്തിന് നോമിനികളെ മാത്രം ഇറക്കി നിർത്തിക്കൊണ്ടൊരു കള്ളക്കളി ഇവിടെ കളിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ KC വേണുഗോപാലും നോമിനികളെ ഇറക്കി വിവരം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഒഴിവാക്കി നിർത്താൻ പറ്റുന്ന ഒന്ന് അടൂർ പ്രകാശിനെ ഒഴിവാക്കി നിർത്താം. അടൂർ പ്രകാശിനെ അല്ലെങ്കിൽ നിയമസഭയിൽ മത്സരിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പോഴനാണ്. കാരണം വേറൊന്നും കൊണ്ട് പറയുന്നതല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആത്മമിത്രം കൂടിയാണ്. അവിടെ ചെന്ന് പലപ്പോഴും പറയുന്നതിൽ പോലും വ്യക്തതയില്ലാത്ത ഒരു നേതാവാണ് ശരിക്കും അടൂർ പ്രകാശ്. ഇന്നോ നാളെയോ അദ്ദേഹവും ഈ പറയുന്ന SITയുടെ പിടിയിൽ അകപ്പെടാനുള്ള സാധ്യതാ പട്ടികയിലുള്ള ഒരാൾ തന്നെയാണ്. ബാംഗ്ലൂർ പോയി ഈന്തപ്പഴം തിന്നാൻ മേടിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറയുന്ന അത്രത്തോളം മണ്ടത്തരമൊക്കെ വിളിച്ചു പറയുന്ന ഒരു അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു നേതാവിനെ തൽക്കാലം ഈ പറയുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്തുകൊണ്ട് ഉചിതമായ നടപടിയാണ് എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന്, K. സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ തൽക്കാലം അകറ്റി നിർത്താൻ കഴിയും. അതിനും കാരണമുണ്ട്. അപ്പോൾ കെ സുധാകരനെയും അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അടൂർ പ്രകാശിനെയും ഇനിയും കൊടിക്കുന്നിൽ സുരേഷിനെയും അടക്കം MK രാഘവനെയും അടക്കം പലരെയും ഈ ഒരു തീരുമാനത്തിലൂടെ അകറ്റി നിർത്താൻ സാധിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇനി നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവരെയെല്ലാം അകറ്റി നിർത്തി കഴിഞ്ഞ് ശരി, അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ആകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്, അല്ലെങ്കിൽ അങ്ങനെ തയ്യാറായി നിൽക്കുന്ന UDFന്റെ കൺവീനർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു അവകാശവാദം അടൂർ പ്രകാശ് ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് നേരത്തെ കാലേ കൂട്ടി ഒരു വെട്ടങ്ങ് വെട്ടി. K. സുധാകരൻ മത്സരരംഗത്ത് അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞാലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരനും ഈ രീതിയിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം എന്തായിരുന്നാലും ചോദിക്കും. അതിനുവേണ്ടി വാദിക്കുന്ന ഒരാൾ തന്നെയാണ് സുധാകരൻ. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ സുധാകരനെയും മാറ്റി നിർത്താൻ സാധിക്കും. അങ്ങനെ എംപിമാർ ഈ പറയുന്ന രണ്ടുപേരെ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ രണ്ടുപേർക്ക് വേണ്ടിയിട്ട് എംപിമാർ മത്സരിക്കേണ്ട എന്ന് പറയുന്ന ഒരു പൊതു തീരുമാനം എടുത്തുകൊണ്ട് ഒതുക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. ഇനിയും അടുത്തതെന്ന് വെച്ചാൽ VD സതീശനെയും രമേശ് ചെന്നിത്തലയും ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. കാരണം ഇവരാരും എംപിമാരല്ല, അവരെല്ലാം സംസ്ഥാന നേതാക്കൾ മാത്രമാണ്. ഈ സംസ്ഥാന നേതാക്കളായ രണ്ടുപേരിൽ ഒരാൾ VD സതീശൻ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവും ഒരാൾ സാധാരണ സീനിയർ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവുമാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ മത്സരിക്കില്ല എന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ കലങ്ങി മറിഞ്ഞു പോകും. അപ്പോൾ പിന്നെ എംപിമാർ മത്സരിക്കണമെന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് പിന്നീട് തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കും എന്ന് കരുതിയിട്ടാവാം ഇങ്ങനെ തീരുമാനമെടുക്കാത്തത്. അപ്പോൾ ചെന്നിത്തലയെയും VD സതീശനെയും ഇതിൽ നിന്ന് ഒഴിവാക്കി നിർത്താനും കഴിയില്ല. അപ്പോൾ അങ്ങനെ ഇവരെല്ലാം മത്സരരംഗത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം. എന്നാൽ KCയെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഈ രണ്ടുപേരും അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുള്ളവരാണ്. ഈ രണ്ട് നേതാക്കന്മാർ തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരു വലിയ കടിപിടി കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും ഈ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അറിയാം. അപ്പോൾ KC വേണുഗോപാൽ ഒരു ഐഡിയ മുന്നോട്ട് വെക്കും. ഇത് രണ്ടുപേർക്കും സ്വീകാര്യമായ ഒരു ഐഡിയ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫോർമുലയാണെങ്കിൽ അവരത് അംഗീകരിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളുമായി അവർ മുന്നോട്ട് പോകും. അപ്പോൾ ഇവർ മുന്നോട്ട് പോയാൽ KC വേണുഗോപാലിൻ്റെ ചില സ്വപ്നങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അതായത് KC വേണുഗോപാൽ വെറുതെ അല്ല കേരളത്തിൽ ഇറങ്ങി കളിക്കുന്നത്, അല്ലെങ്കിൽ ഈ വെറുതെ അല്ല അടുക്കളയിലും പാടവരമ്പത്തും പോയിരുന്നുകൊണ്ട് കപ്പയും മീൻകറിയും കഴിച്ചത്, വെറുതെ അല്ല. സ്വിഗ്ഗിക്കാരുടെ വണ്ടിയുടെ പിന്നാലെ പോയതും വെറുതെ ഒന്നുമല്ല. അതിനൊക്കെ പ്രത്യേക ചില കാരണങ്ങളൊക്കെ തന്നെയുണ്ട്. ആ കാരണം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം KC വേണുഗോപാലിന് അടിച്ചെടുക്കണം. അപ്പോൾ തന്ത്രപരമായി രണ്ടുപേരെ ഒഴിവാക്കി നിർത്തി, രണ്ടുപേരെ ഉള്ളിലേക്ക് അവിടെ വെച്ചിട്ടുണ്ട്. മറ്റൊരാൾ ഇനിയിപ്പോൾ K. മുരളീധരനാണ്. K. മുരളീധരനെ പിന്നെ ഒതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശ ധാരണയൊക്കെ BJPയുമായി ചേർന്ന് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് അവിടെ വട്ടിയൂർക്കാവിൽ K. മുരളീധരനെ കാലുവാരാൻ വേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഏറെക്കുറെ 90% പൂർത്തിയായിരിക്കുകയാണ്. അക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതായത് BJP ആയിട്ടാണ് അവിടെ ശക്തമായ ഡീൽ നടക്കുന്നത്. അത് നമുക്ക് അറിയാം. അത് പൊതുവെ തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞാൽ BJP കോൺഗ്രസ് ഡീലിൻ്റെ ഒരു വലിയ കേന്ദ്രമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം.
അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പിന്നെ ഇവർ തമ്മിൽ ഒരു വലിയ തല്ല് നടക്കും. അതായത് രണ്ട് മുട്ടനാടുകൾ തമ്മിൽ ഒരു വലിയ തല്ല് അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്, നമ്മുടെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ. ഈ സാഹചര്യത്തിൽ ഇവിടെ ഒരു സൂത്രശാലിയായ കുറുക്കനെ പോലെ നുഴഞ്ഞു കയറി സ്വയം മുഖ്യമന്ത്രിയായി, അതായത് AICCയുടെ ഒരു നോമിനി എന്നുള്ള നിലയിൽ പ്രശ്നപരിഹാരത്തിനായി എത്തുന്ന ഒരു പരികർമ്മിയുടെ അല്ലെങ്കിൽ ഒരു കർമ്മിയുടെ രൂപത്തിൽ എത്തുകയും പതുക്കെ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് KC വേണുഗോപാൽ ഒരുക്കുന്ന പുതിയ തന്ത്രം. ഇനിയും അടുത്ത വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ കഴിയുക എന്ന് ഉള്ള ഒരു വലിയ ചോദ്യം അവിടെയുണ്ട്. അതിനാണ് KC വേണുഗോപാൽ പലയിടങ്ങളിലും തൻ്റെ നോമിനി എന്നുള്ള നിലയിൽ പലരെയും നിർത്തിയിരിക്കുന്നത്. ഇനി അധികാരം കിട്ടിയാൽ ആ പറയുന്ന ആ നോമിനിയെ അവിടെ നിന്ന് പതുക്കെ പുകച്ച് പുറത്തിയാടിക്കുക എന്നുള്ളതല്ല, അവിടെ നിന്നുകൊണ്ട് അയാളുടെ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് KC വേണുഗോപാൽ അവിടെ നിൽക്കുകയും ചെയ്യും. അവിടെ മത്സരിക്കാൻ നിൽക്കുന്നു. മത്സരിച്ചുകൊണ്ട് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കുകയാണ് ചെയ്യുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയും സ്വാഭാവികമെന്നോണം ആ കോൺഗ്രസിന് ഏറ്റവും പ്രാധാന്യമുള്ള ആ മണ്ഡലത്തിൽ തന്നെ നിന്ന് വിജയിച്ച് KC വേണുഗോപാൽ നിയമസഭയിലേക്ക് എത്തി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്യും. എന്ന് വെച്ചാൽ തന്ത്രത്തിലൂടെ ഉപായത്തിലൂടെ കഷായം വെക്കുക എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. KC വേണുഗോപാൽ ഒരു നുഴഞ്ഞു കയറ്റത്തിലൂടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ട് തന്നെയാണ് പല തന്ത്രങ്ങളും മെനഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ KC വേണുഗോപാൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു. ഈ ബലിയാടായ ആ MLAക്ക്, മുൻ MLA ആയി മാറുന്ന ആ ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ആ നോമിനിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനം കൊടുത്താൽ അദ്ദേഹവും ഹാപ്പിയാവും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ചെറിയ പൊളിറ്റിക്കൽ തന്ത്രമാണ് ഇപ്പോൾ ശരിക്കും ഈ KC വേണുഗോപാൽ ഇവിടെ പയറ്റാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ രീതിയിൽ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഒരു ബഹുഭൂരിപക്ഷം വരുന്ന നേതാക്കന്മാരെയും സ്ഥാനാർത്ഥികളെയും കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. അങ്ങനെ വളരെ എളുപ്പത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു പുതിയ തന്ത്രവുമായി തന്നെയാണ് KC വേണുഗോപാൽ കപ്പ കഴിച്ചതും സ്വിഗ്ഗിക്കാരൻ്റെ പുറകിലിരുന്ന് കറങ്ങിയതും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.